2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കടുത്തുരുത്തിയിൽ രാഷ്ട്രീയ പോരാട്ടം മുറുകുകയാണ്. 1996 മുതൽ മണ്ഡലവുമായുള്ള ദീർഘകാല ബന്ധവും വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിലെ പൊതുമരാമത്ത് മന്ത്രിയെന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും മോൻസ് ജോസഫിന് മികച്ച ജനപ്രീതി നൽകുന്നു. 2016-ൽ 40,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച അദ്ദേഹം തന്നെയാണ് യു.ഡി.എഫിന്റെ പ്രധാന കരുത്ത്. എൽ.ഡി.എഫ് നിരയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സ്റ്റീഫൻ ജോർജിന് പകരം ഇത്തവണ കേരള കോൺഗ്രസ് എം പുതിയ മുഖങ്ങളെയാണ് പരിഗണിക്കുന്നത്. ജോസ് പുത്തൻകാല മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ത്രിതല പഞ്ചായത്തുകളിൽ തുടർച്ചയായി 6 തവണ വിജയിച്ച വ്യക്തിയുമാണ്. നിലവിൽ കെ.ടി.യു.സി.എം സംസ്ഥാന പ്രസിഡന്റും പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമാണ്. സഖറിയാസ് കുതിരവേലി മുൻ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗവുമാണ്. സിറിയക് ചാഴിക്കാടൻ, ബ്രൈറ്റ് വട്ടനിരപ്പിൽ എന്നിവരുടെ പേരുകളും ചർച്ചകളിലുണ്ട്. ഫെബ്രുവരി 8-ന് എൽ.ഡി.എഫ് മേഖലാ ജാഥയും ഫെബ്രുവരി 25-ന് യു.ഡി.എഫിന്റെ പുതുയുഗ യാത്രയും മണ്ഡലത്തിലെത്തും. റെജി ലൂക്കോസിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചുകൊണ്ട് ബി.ജെ.പിയും സജീവമാണ്.